പ്രായപരിധിയിൽ CPM നേതാക്കളെ പാർലമെന്ററി രംഗത്ത് നിന്ന് ഒഴിവാക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയെന്ന വിലയിരുത്തൽ. KV തോമസിന് ഇളവും സ്ഥാനമാനങ്ങളും നൽകുന്നതിൽ പ്രവർത്തകർക്ക് അതൃപ്തി. ധനമന്ത്രിയെ ഒഴിവാക്കി ഡൽഹിയിലെ ചർച്ചയ്ക്ക് KV തോമസിനെ ഉൾപ്പെടുത്തിയത് പ്രതികൂല ഫലമാകുമെന്നാണ് ആക്ഷേപം. മുതിർന്ന CPM നേതാവ് G. സുധാകരന് പിന്നാലെ ഇടതു സഹയാത്രികനും മുൻ MP-യുമായ സെബാസ്റ്റ്യൻ പോളും KV തോമസിന് പിണറായി സർക്കാർ നൽകുന്ന പരിഗണനകൾക്കെതിരെ രംഗത്തെത്തി. ആശാവർക്കർമാരുടെ പ്രശ്നം തീർക്കാത്ത സർക്കാർ പ്രത്യേക പ്രതിനിധി KV തോമസിന് വാരിക്കോരി നൽകുകയാണെന്നും എറണാകുളത്ത് 5 തവണ CPM-നെ തോൽപ്പിച്ച KV തോമസിന് പരസ്യമായും രഹസ്യമായും കൈയിട്ടുവാരാൻ അവസരം നൽകുന്നവർ മണ്ടന്മാരല്ലെന്നുമാണ് സെബാസ്റ്റ്യൻ പോൾ ഓൺലൈൻ മാധ്യമത്തിലെ കുറിപ്പിൽ പറയുന്നത്. 75 വയസ്സ് കഴിഞ്ഞവരെ CPM പാർലമെന്ററി രംഗത്ത് നിന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുമ്പോഴാണ് ക്യാബിനറ്റ് റാങ്കിൽ KV തോമസിന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി എന്ന സ്ഥാനം നൽകുന്നതെന്നും വിമർശനം ഉയരുകയാണ്. 19 വയസ്സായ കാരണവന്മാർ പോലും നമ്മുടെ ബഹുമാനോ സ്നേഹം കാണിക്കുന്നത് അർത്ഥമുള്ളൂ. അവർക്ക് പേഴ്സണലായിട്ട് ഞാനൊന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ഇല്ല, ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലുള്ള നമുക്ക് കിട്ടുന്ന പ്രതിഫലം. അല്ല MLA-യുടെ ശമ്പളമോ പെൻഷനോ മാത്രമല്ല. 35,000 രൂപ പെൻഷൻ കിട്ടുന്നത്. ഡൽഹിയിൽ ഇരിക്കുന്ന KV തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം. അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLA-യുടെ പെൻഷൻ, MP-യുടെ പെൻഷൻ, പിന്നെ ഈ ശമ്പളം ഒരു മാസം എത്ര ലക്ഷം രൂപയ്ക്ക് എന്തിനാ ഇത്രയും പൈസ? കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ഉന്നയിക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ പോകുമ്പോൾ ഉറപ്പായും ഒപ്പമുണ്ടാകേണ്ട ധനമന്ത്രി KN ബാലഗോപാലിനെ ഒഴിവാക്കി KV തോമസിനെയാണ് ഒപ്പം കൂട്ടിയത്. ഇതും പ്രതികൂലമായി ബാധിക്കുമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. ഘടകകക്ഷിയായ NCP ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും വനം മന്ത്രി എന്ന നിലയിൽ പരാജയമായി വിലയിരുത്തുന്ന 79-കാരനായ AK ശശീന്ദ്രനെ മന്ത്രിയായി നിലനിർത്തണമെന്ന് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ പ്രായപരിധി കൊണ്ടുവന്നത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.